നമസ്കാരം. വാർത്താ നേരം ആരംഭിക്കുന്നു. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് പലയിടത്തും റേഷൻ മസ്റ്ററിംഗ് ഇന്നും തടസ്സപ്പെട്ടു. ഇന്നും നാളെയും മസ്റ്ററിംഗ് നടത്തേണ്ടത് മഞ്ഞ കാർഡുകാർക്ക്. സെർവർ തകരാറെന്ന് വിശദീകരണം. രോഗികളെ പ്രതിസന്ധിയിലാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം. മരുന്ന് വിതരണക്കാരുടെ സമരത്തിന് 6 ദിവസമായിട്ടും പരിഹാരമായില്ല. കുടിശ്ശിക തീർക്കാതെ മരുന്ന് വിതരണമില്ലെന്ന് കമ്പനികൾ. ദുരിതത്തിലായി ക്യാൻസർ ഡയാലിസിസ് രോഗികൾ. കേരള യൂണിവേഴ്സിറ്റി കലോത്സവ കോഴയ്ക്ക് പിന്നിൽ മുൻ SFI-കാരനെന്ന ആരോപണം. വിധികർത്താക്കളെ സ്വാധീനിക്കാൻ 5 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തെന്ന ആക്ഷേപം. CPIM സംസ്ഥാന സെക്രട്ടറിക്ക് തെളിവ് സഹിതം പരാതി നൽകി SFI കേന്ദ്ര കമ്മിറ്റി അംഗം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം വൈകിട്ട് 3-ന്. 5 ഘട്ടങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുമെന്ന് സൂചന. 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതിയും പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് ചൂട് കൂടും. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും താപനില കൂടും. ഗാസ മുനമ്പിലേക്ക് ആദ്യമായി കപ്പൽ മാർഗം സഹായം എത്തിച്ച US സന്നദ്ധ സംഘടന. 200 ടൺ ഭക്ഷ്യവസ്തുക്കളുമായി കപ്പലെത്തിയത് പുതിയതായി നിർമ്മിച്ച ഇടനാഴിയിലൂടെ. ഭക്ഷണം വിതരണം ചെയ്യുന്നതിൽ വ്യക്തതയില്ല.